വണ്ടി ഹൈ സ്പീഡിലാണ് വരുന്നത്. ഭയപ്പെട്ട അതിനകത്തിരിക്കും. ആ രീതിയിലാണ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഈ റൂട്ടിലുള്ള സഞ്ചാരം. അത് വലിയ പ്രശ്നം തന്നെ. അത് നമ്മൾ ഈ പറയുമ്പോൾ ഈ റൂട്ടിൽ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ അമിതമായിട്ട് സ്പീഡ് അത് വളരെ പ്രശ്നം തന്നെ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അസാധ്യമുള്ള പരിപാടികളാണ്. സംഗതി പറഞ്ഞാൽ ഒരു നിയന്ത്രണമില്ലാത്ത ഡ്രൈവിംഗ് ആണ്. ഇതാരും ഇത് നോക്കുന്നില്ല. നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ആൾക്കൊരു ജീവൻ ഒരു വിലയില്ലയോ. വീട്ടിലെ ആർക്കോ കൊണ്ടുപോയ ചോറ്റുപാത്രത്തിലെ ചോറും പാത്രവും വലിയ ശബ്ദത്തിലൂടെ റോഡിലൂടെ ഉരുണ്ടു വരുന്നത് കണ്ടാണ് കടകളിലുണ്ടായിരുന്നവർ പുറത്തേക്കിറങ്ങി നോക്കിയത്. കൊട്ടാരക്കര കോട്ടാത്തല ജംഗ്ഷനിലുള്ളവർക്ക് പിന്നീടുണ്ടായത് കണ്ണുകളെ വിശ്വസിക്കാനാവാത്ത ഞെട്ടലായിരുന്നു. ഭാര്യയുടെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്കുള്ള യാത്രയ്ക്കായി 1/2 കിലോമീറ്റർ മാത്രമാണ് അനിൽകുമാറിന് യാത്ര ചെയ്യാനായത്. സ്വകാര്യ ബസ്സുകളുടെ ലക്കും ലഗാനുമില്ലാത്ത മത്സരമോട്ടമാണ് കിഴക്കേക്കരയുടെ സ്വദേശി അനിലിൻ്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞത്. KSRTC ബസ്സുകളെ പിടിക്കാനായും സ്വകാര്യ ബസ്സുകൾ പരസ്പരവും നടത്തുന്ന കൊലകൊല്ലിവട്ടം കൊട്ടാരക്കര ശാസ്താംകോട്ട റോഡിൽ ജനങ്ങളെയും മറ്റ് വാഹനയാത്രക്കാരുടെയും ജീവന് ഭീഷണിയായിട്ട് നാളുകളേറെയായി. പോലീസിനോ മോട്ടോർ വാഹന വകുപ്പിനോ തടയാനാവാതെ ഇവരുടെ മത്സരയോട്ടം തുടരുകയാണ്. നാളെ ആരാണെന്ന് പറയാനാവാത്ത വിധം ഭയത്തോടെയാണ് ഈ റോഡിലൂടെ യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ഞാനീ പറയുമ്പോൾ ഇടയ്ക്ക് എനിക്ക് ബൈക്കുണ്ട്, അത്യാവശ്യം സംവിധാനമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ യാത്ര ചെയ്യാറുണ്ട്. പക്ഷേ ഈ റൂട്ടിൽ ഈ പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സിൻ്റെ അമിതമായ സ്പീഡെന്ന് പറയുമ്പോൾ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞാൽ ഞാനൊരു കൊട്ടാരക്കര പോയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ വന്നപ്പോൾ ഒരു ബസ്സിൻ്റെ നമ്പർ നോട്ട് ചെയ്തില്ല. ആ ബസ്സിൽ കയറിയിട്ട് അവിടൂർ കാശ്മീർ ഫാക്ടറി റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇറക്കമാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഹൈ സ്പീഡിലാണ് വരുന്നത്. ഭയപ്പെട്ട അതിനകത്തിരിക്കും. ആ രീതിയിലാണ് ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഈ റൂട്ടിലുള്ള സഞ്ചാരം. അത് വലിയ പ്രശ്നം തന്നെ. അത് നമ്മളിപ്പോൾ ഈ പറയുമ്പോൾ ഈ റൂട്ടിൽ ഈ പറയുന്ന പ്രൈവറ്റ് ബസ്സിൻ്റെ അമിതമായിട്ട് സ്പീഡ് അത് വളരെ പ്രശ്നം തന്നെ. ഈ പറയുന്നത് ഞാൻ അനുഭവസ്ഥന 2-3 പ്രാവശ്യം അനുഭവസ്ഥന. കാര്യം ഈ കൊട്ടാരം കൊണ്ട് പറഞ്ഞാൽ അവിടൂർ കാശ്മീർ ഫാക്ടറി അവിടെ നിന്ന് പറഞ്ഞാൽ അവിടെ ഇറക്കമാണ്. ഇവർ വരുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ അത് ഒന്നാമത് ഓൾറെഡി പഴയ വണ്ടികളാണ്. അതിൻ്റെ പൂർണ്ണമായിട്ട് അതിൻ്റെ ഒരു സംവിധാനം. പുതിയ വണ്ടിയൊക്കെ ആണെന്ന് ഇച്ചിരി ബ്രേക്ക് വെട്ടിയാരോ ഓടിച്ചാലൊക്കെ നിൽക്കും. പക്ഷേ ഇത് പഴയ വണ്ടികളൊക്കെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വെച്ചങ്ങ് അലക്കുക. മലയാള ഭാഷ പറയുമ്പോഴേ തീർത്തങ്ങ് അലക്കുക. ഇറക്കത്തൊക്കെ വരുമ്പോൾ ഇവർ നമ്മൾ പേടിച്ച് ബാക്കിലൊക്കെ ഇരിക്കുന്നവരുണ്ടല്ലോ. അല്ലേ മലയാള ഭാഷ പറഞ്ഞില്ല, ബീഡി മരത്തിനകത്ത് ചുക്കായിട്ട് തട്ടിക്കൂട്ടുന്നു. അതിനെ സംവിധാനത്തിരുന്ന് കറങ്ങാനും ആ രീതിയിലാണ്. കേൾക്കത്തില്ല. ആരാ പറയുന്നത് പറഞ്ഞാലും ഇവർ കേൾക്കത്തില്ലല്ലോ. ഇവർക്ക് ടൈമിങ്ങോ കാര്യങ്ങളോ ചെയ്തൊക്കെ. ഇത് ഈ റൂട്ടിൽ ഈ അമിതമായിട്ടുള്ള സ്പീഡ്. ഇവിടെ തന്നെ വേറൊരു അപകടം ഉണ്ടായിരുന്നു. അതും ഇതുപോലെ ഈ ബസ്സുകാരൻ്റെ കുഴപ്പം കൊണ്ടാണ് പറ്റിയത്. ഇവിടെ തന്നെ വേറൊരു അപകടം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ വന്നത് അവരങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് ഇൻഡിക്കേറ്റർ തിരിഞ്ഞ വണ്ടി ഇടിച്ച് കളഞ്ഞതാണ്. ഈ പ്രൈവറ്റ് ബസ്സിൻ്റെ ഭയങ്കര നിയന്ത്രണമില്ലാത്ത ഡ്രൈവിംഗ് ആണ്. 33 വർഷത്തെ സർവീസുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി. എൻ്റെ ദൈവം തമ്പുരാൻ കാരണം കൊണ്ട് ഞാൻ ഓടിക്കാത്ത വാഹനങ്ങൾ ചുരുക്കുക. ഇന്നേ വരെ എൻ്റെ ഓർമ്മയിൽ ഞാൻ എൻ്റെ അനിയന് വേണ്ടി ഒരു പെറ്റി കേസ് കോടതി കയറിയിട്ടുള്ളത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ അസാധ്യമുള്ള പരിപാടികളാണ്. സംഗതി പറഞ്ഞാൽ ഒരു നിയന്ത്രണമില്ലാത്ത ഡ്രൈവിംഗ് ആണ്. മനസ്സിലായില്ലേ. ഇതാരും ഇത് നോക്കുന്നില്ല. ഇതിവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് MC റോഡ് തിരിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 5 മിനിറ്റ് നോക്കണമായിരുന്നു. ഇപ്പോൾ അതല്ല. ഓട്ടോയിൽ തിരിയണമെങ്കിൽ 10 മിനിറ്റ് നോക്കണം. സ്പീഡെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. ഇതിൻ്റെ ബസ് അപ്പുറം നിർത്താൻ പോകുന്ന ബസ്സാണ് ഇത്രയും ഓവർ സ്പീഡിലൊന്നും. ഒരു മര്യാദയില്ലാത്ത ഒരു പരിപാടികളേക്ക് കാണിക്കുന്നു. ഇപ്പോൾ അതാണ്ട് മേളിൽ നോക്കുമല്ലോ ഒരു കാർ ഇടിച്ചിടക്കും. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെന്ന് പറഞ്ഞാൽ ഒരു ജീവന് നമ്മൾ ഈ കൊണ്ടു നടക്കുന്ന ആൾക്കൊരു ജീവൻ ഒരു വിലയില്ലയോ. നമുക്കൊരു സുരക്ഷയില്ലയോ. ഇത് സെക്കൻഡിനുള്ള സംഭവമില്ലൂടെ. ഇത് സെക്കൻഡിനുള്ള സംഭവം, നിമിഷങ്ങൾ. ഞാൻ രാവിലെ ഇവിടുന്ന് ഓട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഇയാൾ അവിടെ സീറ്റ് ഉണക്കിക്കൊണ്ടിരിക്കുമോ. പുള്ളിക്കാരൻ LIC എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ മരുമോനാണ്, തങ്കപ്പൻ്റെ മരുമോന. അപ്പോൾ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അയലോക്കല്ലേ. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ പുള്ളിക്കാരൻ പിന്നെ വീടിൻ്റെ മേലുള്ള ഫ്രണ്ടിലോട്ട് സീറ്റ് ഇറക്കിയിട്ടുണ്ട്, ഹോസ്പിറ്റൽ ഇറക്കുന്നുണ്ട്. അവിടെ സീറ്റ് പറക്കിയിട്ട് നിൽക്കുന്ന പുള്ളിയാണ്. ഇപ്പം 4 മണിക്ക് കേൾക്കുന്നു മറ്റുമോ. വീട്ടിൽ നിന്ന് ഇറങ്ങി നിമിഷം കൊണ്ട് കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്കൊരു സുരക്ഷയില്ലേ ജീവിതത്തിന്. ഒരു കാരണവശാലും നമുക്ക് ഇറങ്ങാൻ ഒക്കത്തില്ല. ഒരു വിശ്വാസമില്ല. ചെന്നാൽ ചെന്നു, ഇല്ലെങ്കില്ല.